ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ശരീരത്തിനകത്ത് ബ്ലഡിനകത്ത് ഈ 200 ആണെങ്കിൽ സാധാരണ VLDL ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് 40 ആയിരിക്കും. അപ്പോൾ അടുത്ത ഒരു ലാബ് റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ലിപിഡ് പ്രൊഫൈലായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, അതിനകത്ത് എന്തുമാത്രം വ്യത്യാസമുണ്ട്, കറക്റ്റാണോ, ട്രൈഗ്ലിസറൈഡിൻ്റെ /5 ആണോ നമുക്ക് കിട്ടിയേക്കുന്ന VLDL എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ HDL LDL കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. VLDLനെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. VLDL എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡിനെ ക്യാരി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെഹിക്കിളാണ്, വാഹനമാണ്. ഈ വാഹനത്തിലാണ് ട്രൈഗ്ലിസറൈഡ് കയറി ഇരുന്ന് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുന്നത്. അപ്പം അത് നിങ്ങളുടെ ശരീരത്തിനകത്ത് എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അതായത് ട്രൈഗ്ലിസറൈഡ് നമ്മൾ നോക്കിയിട്ടുണ്ട്, ലാബ് റിപ്പോർട്ട് നിങ്ങൾ നോക്കി കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ /5 ആണ് നമുക്ക് സാധാരണ VLDL കാൽക്കുലേറ്റഡ് ആയിട്ടാണ് കിട്ടുന്നത്, ഡയറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം അത് തീർച്ചയായിട്ടും നോക്കുക. എത്രയുണ്ടെന്ന് താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം, നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതും നമുക്ക് തീർച്ചയായിട്ടും താഴെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട VLDLനെ എങ്ങനെയാണ് നമുക്ക് കൂട്ടാൻ പറ്റുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഇതിനെ എങ്ങനെയാണ് കൂട്ടാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സാധാരണ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതായത് ആൽക്കഹോൾ കൺസംഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ട്രൈഗ്ലിസറൈഡിനെ ബാധിക്കും. ഓക്കെ, ട്രൈഗ്ലിസറൈഡ് കൂടിക്കഴിഞ്ഞാൽ ഒബിയസ്ലി VLDL കൂടും. കാരണം എന്താ, ട്രൈഗ്ലിസറൈഡിനെ ക്യാരി ചെയ്യുന്നതാണ് VLDL. ഓക്കെ, അപ്പോൾ ലിവർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും ട്രൈഗ്ലിസറൈഡിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് VLDL അളവ് കൂടും. ആൽക്കഹോൾ കൺസംഷൻ ഡയറക്റ്റായിട്ട് VLDL അളവ് കൂട്ടും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ട്രാൻസ് ഫാറ്റുള്ള ഭക്ഷണങ്ങൾ, റീസൈക്കിൾഡ് ആയിട്ടുള്ള ഓയിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ലിവറിന് ടോക്സിസിറ്റി വന്നു കഴിഞ്ഞാൽ, ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇനി ബാക്കി അതല്ലാതെ വേറെ എന്തെങ്കിലും മെറ്റബോളിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇൻസുലിനിൽ ബാലൻസ് കുറവുണ്ട്. കാരണം ഇൻസുലിനൊക്കെ ഡയറക്റ്റായിട്ട് VLDL പ്രിപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്നതാണ്. കറക്റ്റായിട്ടുള്ള ഇൻസുലിൻ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ VLDLനൊക്കെ പ്രൊഡക്ഷൻ കുറയും. ഓക്കെ, ഇനി ഡയബറ്റീസ് ഒക്കെ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള അധികം മീൽ കഴിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി ഫാറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള കോറിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി കാണുമല്ലോ. എക്സസൈസ് ഒക്കെ കുറവാണെങ്കിൽ, ആൻസൈറ്റി ഒക്കെ കൂടുതൽ, സ്ട്രെസ് ലെവൽസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ, പിന്നെ ചില മെഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ അസുഖങ്ങളുണ്ടെങ്കിൽ ഒക്കെ തീർച്ചയായിട്ടും ഇതിനെയും ബാധിക്കാം എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇനി ഇതെങ്ങനെ കുറച്ചുകൊണ്ട് വരാം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പ്രധാനമാണല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ഇതെങ്ങനെ കുറയ്ക്കുമെന്ന് വെച്ചാൽ നമ്മളെ ഭക്ഷണത്തിൽ കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ജനറ്റിക് ഫാക്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഡയറ്റ്, എക്സസൈസ്, സ്ട്രെസ്സ് കാര്യങ്ങൾ പോലത്തേക്ക്. അതിനകത്ത് തന്നെ ഡയറ്റിൽ നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് omega-3 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, ഈ omega-3 പല ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതിനകത്ത് ആനിമൽ സോഴ്സും ഉണ്ട്, പ്ലാന്റ് സോഴ്സും ഉണ്ട്. ആനിമൽ സോഴ്സ് എന്ന് പറയുമ്പം സാധാരണ ഫിഷിലൂടെയാണ് കിട്ടുന്നത്. അത് EPA അല്ലെങ്കിൽ DHA ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. പ്ലാന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ALA ഫോമിലായിരിക്കും കിട്ടുന്നത്. ആനിമൽ ഫോം കുറച്ചുകൂടി ശരീരത്തിന് അബ്സോർബ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. പ്ലാന്റ് ഫോം അത്ര എളുപ്പമല്ലെങ്കിലും തീർച്ചയായിട്ടും ഉള്ളത് നല്ലതാണ്. ഓക്കെ, അപ്പം സാധാരണ ആനിമൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഫിഷിലൂടെയാണ് കിട്ടുന്നത്. പ്ലാന്റ് സോഴ്സ് എന്ന് പറയുമ്പം ഇനി വെജിറ്റേറിയൻ ആണെങ്കിലോ മീൻ മേടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് സോഴ്സിലോട്ട് സ്വിച്ച് ചെയ്യാം. പ്ലാന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സീഡ്സിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഓക്കെ, സീഡ് എന്ന് പറയുമ്പോൾ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, വാൽനട്ട്, ഇതിലൊക്കെ ഇഷ്ടം പോലെ ALA ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കുത്ത് വെച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ സാലഡിൻ്റെ കൂടെയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ കറിയൊക്കെ വെക്കുമ്പോൾ അധികം കുക്ക് ചെയ്യാതെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ശരീരത്തിന് നല്ലതാണ്, വേണ്ടതാണ്, ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡാണ്. നമുക്ക് പ്രിപ്പയർ ചെയ്ത്, അത് ശരീരത്തിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല. ഈ ഒരു സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഫാറ്റി ആസിഡ് ശരീരത്തിനകത്ത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. വളരെ പ്രധാനമാണ്, ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇത് VLDL കുറയ്ക്കും, LDL കുറയ്ക്കും, HDL കൂട്ടും, ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കും. തീർച്ചയായിട്ടും ഇതും കൂടെ നമ്മൾ ശരീരത്തിൽ ഡയറ്റ്
കറക്റ്റാക്കി ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അതുപോലെ ചില മെഡിസിൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കേണ്ടതാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. മെറ്റബോളിക് സിൻഡ്രോം ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യേണ്ടതാണ്. ആൽക്കഹോൾ ഇൻടേക്ക്, പിന്നെ ഡയറ്റ് കാര്യങ്ങൾ, ഫിസിക്കൽ എക്സസൈസ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ലിങ്ക്ഡ് ആണ്. പക്ഷേ omega-3 ഫാറ്റി ആസിഡ്, omega-3 കൺസപ്ഷൻ വളരെ പ്രധാനമാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇനി സപ്ലിമെൻ്റ് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. തീരെ കുറവാണെന്നുണ്ടെങ്കിൽ സപ്ലിമെൻ്റായിട്ട് ക്യാപ്സ്യൂളൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ, അതാണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും കഴിക്കാവുന്നതാണ്, ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയൊക്കെയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്.